ഇത് മരണക്കയത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഒരാളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. കമലാക്ഷി അമ്മയെക്കുറിച്ച്. ഇന്നലെ ചതുപ്പിൽ പൊതിഞ്ഞുപോയ കമലാക്ഷി അമ്മയെ ആദ്യം കണ്ട സീന എന്ന വീട്ടമ്മയുടെ ഇടപെടലാണ് രക്ഷാപ്രവർത്തനത്തിന് നിർണായകമായത്. ഇന്നലെ ചതുപ്പിൽ നിന്ന് അമ്മയെ രക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. എന്നാലും മരണക്കയത്തിൽ നിന്ന് തിരിച്ചു വന്നതിൻ്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് കമലാക്ഷി അമ്മ. അവരെ നേരെ കയ്യിൽ പിടിച്ച് ഇതിലോട്ട് കയറ്റിക്കുക, സെക്ടറിലോട്ട് കയറ്റിക്കുക, അങ്ങനെ സെക്ടറിലോട്ട് കയറ്റി ആ കാലം. എന്നിട്ട് സാർ ഇങ്ങനെ ബാക്കിലേക്ക് പോരും. അല്ല അങ്ങനെ സാറ് പിടിക്കല്ലേ. ഞാൻ ഈ കൈ പിടിച്ചു, അല്ല ഈ കൈ പിടിച്ചു, ഞാൻ ആ കാല് പൊക്കുമ്പോൾ റെഡിയാവും. ഞാൻ ആ കാല് പൊക്കി കഴിഞ്ഞാലേ പിടിച്ചാ രണ്ടുപേരും മതി. ഒരാൾ ബീസറാണ്, ഐസറാണ്, അരുൺസാറിലേക്ക് ബാക്കിയെല്ലാം കയറി ഒരാൾ ഒന്ന് പൊക്കി തരണം. അവരെ കൂടെ കൂട്ടിപ്പിടിച്ചിങ്ങനെ എടുത്താൽ മതി. ചതുപ്പിൽ പൊതിഞ്ഞുപോയ കമലാക്ഷി അമ്മയുടെ ഇന്നലത്തെ ദൃശ്യങ്ങൾ, പോലീസ് രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ, ഇന്ന് ഒരു പുതുജന്മം കിട്ടിയ സന്തോഷത്തിൽ ആശ്വസിച്ച് നിൽക്കുന്ന കമലാക്ഷി അമ്മ, ആ രണ്ട് ദൃശ്യങ്ങളുമാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ആദിത്യന് ഓമനക്കുട്ടനുണ്ട്. ആദിത്യ, കമലാക്ഷി അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ജന്മമാണ്. അവരെങ്ങനെയാണ് ആ ചതുപ്പിൽ വീണുപോയത്? ഒരു പോലീസ് എത്തി രക്ഷപ്പെട്ട ശേഷം, ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്ന ശേഷം അവർ എങ്ങനെയാണ് ആ സംഭവത്തെ ഓർത്തെടുക്കുന്നത്? അവരെങ്ങനെയാണ് അതിൻ്റെ ഒരു ആശ്വാസം, രക്ഷപ്പെട്ട ആശ്വാസം പങ്കുവയ്ക്കുന്നത്? അഞ്ജിത, സംഭവ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ കമലാക്ഷി അമ്മ നമ്മോടൊപ്പം ഉണ്ട്. കമലാക്ഷി അമ്മയ്ക്ക് 76 വയസ്സാണ്. ഈ പ്രായത്തിൽ 3.5 മണിക്കൂർ, ഏകദേശം 4 മണിക്കൂറോളമാണ് ഈ അമ്മ അവിടെ അതിജീവിച്ച് നിന്നത്. അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖം കണ്ട് ജീവൻ മരണ പോരാട്ടത്തിൽ കമലാക്ഷി അമ്മ നിന്നത് 4 മണിക്കൂറോളമാണ്. ഈ മരണത്തിനും ജീവനും ഇടയിൽ ആകെ കിട്ടിയ ഒരു പിടിവള്ളി എന്ന് പറയുന്നത് ഈ ചീമക്കൊന്നിന്റെ ഒരു ശിഖരമാണ്, ചെറു ശിഖരം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ചെറു ശിഖരത്തിൽ പിടിച്ചാണ് ഈ അമ്മ അവിടെ പിടിച്ചു നിന്നത്. അമ്മ എന്തായാലും ആശുപത്രിയിൽ കാണിച്ചു. അമ്മയ്ക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ അതിന്റെ ഒരു ഞെട്ടലിൽ നിന്ന് അമ്മ മാറിയിട്ടില്ല. അമ്മേ, ഇങ്ങനെ ഇതുവഴി നടന്നു പോകാറുണ്ടോ? എന്തായിരുന്നു സംഭവിച്ചത്? പണ്ട് ഞാൻ ഇതിലെ പോകാറുണ്ട്. ഇപ്പൊ അന്ന് ഇവരുടെ വീട്ടിൽ പണിയെടുക്കണം, ഞാനാ തുടക്കണതും അടിക്കണതും മുറ്റടിക്കണതും ഒക്കെ ഞാനാണ്. അപ്പൊ ഇതുവഴി എന്റെ മകനായി നിൽക്കണ അല്ലേ മകൻ ഇതുവഴി നടന്നു പോയതാണോ അമ്മ? പോയിട്ടുണ്ട്. അത് കണ്ട് ഞാൻ ഇതിലെ പോരാനാ ഇങ്ങോട്ട് വന്നു. അപ്പൊ അവിടെ വന്നപ്പോഴത്തേക്ക് അത് ഉറച്ച് കിടക്കണമെന്നൊക്കെ കണ്ട് അങ്ങനെ അതിൽ ചവിട്ടിയപ്പോ 2 കാലം തന്നു. ഇത്രയും വരെയും തന്നു. പേടിച്ചു പോയോ? പേടിച്ചില്ല, പേടിയൊന്നും എനിക്കില്ല. അവിടെ കിടന്നിട്ട് ഞാൻ എഴുന്നേക്കാൻ പരിസരം വെച്ച് ഞാൻ അവിടെ കിടന്ന് എഴുന്നേക്കാം. മരത്തിൽ നിന്ന് പിടിവിട്ടില്ലല്ലേ? മരത്തിൽ നിന്ന് പിടിവിട്ടില്ലേ. അതിൽ കിടന്നപ്പോഴേ ഇവര് കണ്ടത്. ഈ 4 മണിക്കൂറായിട്ടും പിടിവിടാൻ തോന്നിയില്ല എനിക്ക്. ഞാൻ അവിടെ കിടന്നിട്ട് തന്നെ പിടിച്ചിട്ട് ഇവര് കയറ് കൊണ്ടുവന്ന് പോകാൻ. അതിലൊക്കെ എനിക്ക് കാലും ഉണ്ടൊക്കെ ചുറ്റിയ കാരണം എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും നിർണായകമായത് ആ വീടിൻ്റെ ടെറസിൽ നമുക്കിവിടെ നിന്ന് കാണാം. ആ വീടിൻ്റെ മുകളിൽ നിന്നാണ് ഈ അമ്മ ഇവിടെ കഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ ചതുപ്പിൽ പെട്ടുപോയത് കാണുന്നത് സീനയെന്ന് പറയുന്ന ഈ വീട്ടമ്മയാണ്. സീന കണ്ടിരുന്നില്ലെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായേനെ. കാരണം 4 മണിക്കൂറോളമാണ്. 12 മണിക്ക് അമ്മ വീണു പോയതാണ്. 3:45, 4 മണിയോട് അടുപ്പിച്ച് ഇവിടെ കിടന്നു. അപ്പോൾ ആ കണ്ട വീട്ടമ്മയോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. എപ്പോഴാണ് ഇത് കണ്ടത്? ഒരു 3:45 സമയം ഞാൻ നമസ്കരിക്കാൻ മുകളിൽ കയറിയതായിരുന്നു. അപ്പോൾ ജനലിൻ്റെ കർട്ടൻ നീക്കാനായിട്ട് സ്വല്പം നീക്കിയെടുത്ത സമയത്ത് ഇവിടെ ഒരു അനക്കം പോലെ കേട്ടു. അപ്പോൾ ഞാൻ വെന്ത കോഴി അങ്ങനെ എന്തേ ആയിരിക്കുമെന്ന്. പക്ഷേ അപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാതെ തോന്നി. പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്ക് ഒരു കൈ കണ്ട്. അപ്പം പെട്ടെന്ന് എനിക്ക് അന്നേരം എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യായിരുന്നു. അപ്പം ചേച്ചി അപ്പുറം വിളിച്ച് എല്ലാവരും അപ്പോഴത്തേക്ക് വന്നു. അപ്പം ഓടി വന്ന് നോക്കുമ്പോൾ ഈ അമ്മ ഇങ്ങനെ കിടക്കുന്നു. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ആദ്യം പോലെ ആയിരുന്നു. പക്ഷേ ഞാൻ കണ്ടല്ലോ, നമ്മൾ ആ സമയത്ത് കണ്ടുകൊണ്ട്
അല്ലെ അറിയില്ല, ആരും അറിയില്ല. ഞാനായാലും പുറത്തങ്ങനെ ഇറങ്ങുന്നില്ല. പിന്നെ രാത്രി പിന്നെ രാവിലെ നമ്മൾ ഗേറ്റ് തുറക്കത്തോളൂ. ആരും അങ്ങനെ ശ്രദ്ധിക്കത്തതും ഇല്ലല്ലോ. അമ്മയുടെ ഭാഗ്യം. അമ്മേ, അപ്പോൾ പിന്നെ ഫയർഫോഴ്സുകാർ വന്നിട്ട് ചെളിയെല്ലാം നീക്കം ചെയ്തല്ലേ? നീക്കം ചെയ്ത് അവർ കുളിപ്പിച്ച് എന്നാ ശരീരം മുഴുവൻ ചെളിയായിരുന്നു അല്ലേ? ഇവിടെ മുതൽ ചെളിയായിരുന്നു. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, ചവിട്ടിലൊക്കെ ഉണ്ടായി. അതൊക്കെ കഴുകിക്കളഞ്ഞായിരുന്നു ഞാൻ വെള്ളം ചൂടാക്കി. പിന്നെ ആശുപത്രി കൊണ്ടുപോയി അല്ലേ? ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവർ ഇവിടെ ഒട്ടിച്ച്. ഈ അമ്മ ഈ കക്ക വരാൻ പോറാണെന്ന് പറയാം. ഇല്ല, കക്ക വരാനൊന്നും പോയില്ല. മീൻ പിടിക്കാൻ പോകും. മീൻ പിടിക്കാൻ പോകും. ഈ ചതുപ്പും വെള്ളമൊന്നും തരികയല്ലേ? ശരിയല്ല, ഞാൻ അന്നേരം ചേറിലൊക്കെ അപ്പൊ ആ ഒരു അനുഭവ സമ്പത്ത് തുണയായി അല്ലേ? ഞാൻ മീൻ പിടിക്കാൻ പോകാറുണ്ട്. അത് കല്ലിൽ നിന്നാണ് മീൻ പിടിക്കണത്. കല്ലിൽ നിന്ന് എനിക്ക് ചെമ്പല്ലി, കരിമീൻ, പൂള ഇതൊക്കെ കിട്ടും. ഒരു ധൈര്യത്തിൽ ഇറങ്ങിയതാണല്ലേ? അതൊരു ധൈര്യത്തിൽ ഇറങ്ങിയതാ. അപ്പൊ ഇതിലേ ഞാൻ പോകാറുണ്ട് നേരത്തെ. അന്ന് ഞാനല്ല പണിയെടുക്കണം. അത് ഇതിലേ വന്നിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ അമ്മ സാധാരണ നടന്നു പോകുന്നൊരു വഴിയാണ്. പിന്നെ മറ്റൊരു ഗുരുതരമായൊരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. കാരണം ഈ ചതുപ്പ് ഈ വഴിയോരത്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ പീലിംഗ് വേസ്റ്റ് തള്ളിയിരിക്കുന്നത് ഗുരുതരമായൊരു പ്രശ്നമാണ്. കാരണം ജനവാസ മേഖലക്കടുത്ത് ഇത്തരത്തിൽ വേസ്റ്റ് തള്ളുമ്പോൾ കുട്ടികൾ ഉൾപ്പെടെ നടന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ പ്രായമായ ആളുകളൊക്കെ ഇതുവഴി നടന്നു പോകാറുള്ളതാണ്. ഇവിടെ ഈ പീലിംഗ് വേസ്റ്റ് തള്ളിയതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം നടന്നു പോകുന്ന ഒരു വഴി ഇത് ആരും ശ്രദ്ധിക്കില്ല. പറമ്പല്ലേ, അതൊരു പൊതു ഇടമാണോ? അതുകൊണ്ടാണോ അങ്ങനെ അവിടെ ഈ പീലിംഗ് വേസ്റ്റ് ഒക്കെ തള്ളിയത്? ചേച്ചി, എങ്ങനെയാണ് ഇവിടെ ഈ സ്വകാര്യ വ്യക്തിയുടെ ഇതെങ്ങനെയാണ് ചേട്ടാ? ഇത് ഈ സ്ഥലം ആരുടെയാണ്? ഈ സ്ഥലം മാർട്ടിൻ ആണ്, സ്വകാര്യ വ്യക്തിയുടെയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ വേസ്റ്റ് തള്ളാൻ അനുമതി ഉണ്ടോ? വേസ്റ്റ് അനുമതിയില്ല. പക്ഷേ ഇവിടെ പൈലിംഗ് സൈറ്റുകളിൽ നിന്നൊക്കെ പൊതുവേ ഇതേപോലെയുള്ള തോടുകളും അല്ലെങ്കിൽ ചതുപ്പായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ബിൽഡിംഗ് വേസ്റ്റ്, പൈലിംഗ് വേസ്റ്റ് ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് തള്ളുന്ന ഒരു പ്രവണതയാണ് പ്രത്യേകിച്ച് ഈ മരട് നഗരസഭയിൽ കാണുന്നത്. അതായത് പൈലിംഗ് സൈറ്റുകളിൽ നിന്ന് ഈ ചെളി നീക്കം ചെയ്യാനായിട്ട് ഇത് കരാറെടുക്കണമാണ്. ആ എടുക്കുന്ന ആളുകൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ പരാതി കൊടുത്തിട്ടും നടപടിയില്ലല്ലേ? ഇതുപോലുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് അവിടെ കൊണ്ടുവന്ന് ഇടുകയാണ്. പലപ്പോഴും ആളുകളുടെ ശ്രദ്ധയിൽ അത് പെടാറില്ല, അത്തരം പരാതികൾ പോകാറില്ല. പക്ഷെ ഇന്നലെ സംഭവിച്ചത് വളരെ ഗുരുതരമായ ഒരു സംഭവം തന്നെയാണ്. ശ്രദ്ധിക്കണം അല്ലേ? കാരണം ഇതിൻ്റെ ഈ മാസങ്ങൾ കഴിഞ്ഞാലും ഇതിൻ്റെ അടിത്തട്ട് ഉണങ്ങില്ല, പക്ഷെ പുറം പാളി ഉണങ്ങിയതായിട്ട് തോന്നും. അങ്ങനെ വരുമ്പോഴാണ് ഇത് പറമ്പാണെന്നുള്ള രീതിയിൽ കുട്ടികളൊക്കെ ഓടിക്കളിക്കുമ്പോൾ അല്ലേ? അതെ 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 അഞ്ജിത, അതാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. ചതുപ്പ് പോലെയാണല്ലേ? ഉടുമ്പ് അങ്ങനെയൊക്കെയുള്ള പരാതി കൊടുത്ത് എന്നിട്ടൊന്നും അതിനെപ്പറ്റി യാതൊരു ഇതും ഇല്ല. നമ്മൾ അവിടെ താമസിക്കുന്നതല്ലേ, കൊച്ചുങ്ങളുണ്ട്, ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഒന്ന് ഇതായി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് മൊത്തത്തിൽ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഇത് തന്നെയാണ് കാര്യം. അതായത് ഈ പീലിംഗ് വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നത് കാരണം ഒരു അമ്മ, 76 വയസ്സുള്ളൊരു അമ്മ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. 4 മണിക്കൂറോളം ഈ കുഴിയിൽ, ഈ ചതുപ്പിൽ ഈ അമ്മയ്ക്ക് പെട്ടുകിടക്കേണ്ടി വന്നു. പിടിവള്ളിയായി കിട്ടിയ ഒരു ചെറു മരത്തിൻ്റെ ചില്ലയില്ലായിരുന്നെങ്കിൽ വലിയ അപകടം സംഭവിച്ചേനെ. അതുപോലെ തന്നെയാണ് ചെറിയ കുട്ടികളൊക്കെ ഇതുവഴി നടന്നു പോകാറുള്ളതാണ്. ഈ അമ്മ മീൻ പിടിക്കാൻ 76 വർഷമായിട്ട് ഇങ്ങനെ അധ്വാനിച്ച് നടക്കുന്ന അമ്മയാണ്. തന്നെ ഉപജീവനം നടത്തുന്നത്, സ്വന്തമായി കണ്ടെത്തുന്നു. അങ്ങനെ അമ്മ മീൻ പിടിക്കുന്ന പരിശീലനവും ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ വലിയ അപകടം സംഭവിച്ചതിനെ. അതുകൊണ്ട് അമ്മ 4 മണിക്കൂറോളം സധൈര്യം ആ ചെറുവള്ളിയിൽ പിടിച്ച് കിടക്കുകയായിരുന്നു. അതിജീവനത്തിൻ്റെ കഥയാണ് അമ്മയുടെ. അതോടൊപ്പം തന്നെ അധികാരികൾക്ക് മുന്നിൽ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവണത ആരും പ്രോത്സാഹിപ്പിക്കരുത്, അതിനെതിരെ നടപടി ഉണ്ടാകുക എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അഞ്ജിത. ശരി ആദിത്യൻ.